Next topic is the selection of the number of armature slots, choice of armature slots. ഡി സി മെഷീൻ്റെ ആർമച്ചറിൽ എത്ര സ്ലോട്ട്സ് വേണമെന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. അപ്പോഴേ ഫോളോയിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ദ സെലക്ഷൻ ഓഫ് ദ നമ്പർ ഓഫ് ആർമച്ചർ സ്ലോട്ട്സ്. അപ്പോൾ അതിലാദ്യം വേണ്ടുന്നത് നമ്മൾ സ്ലോട്ട് പിച്ച് നോക്കണം. ഫോർ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടും തൊട്ടടുത്ത ടൂത്തൂടെ ചേരുന്നതാണ്. WS + WT അതാണ് നമ്മുടെ സ്ലോട്ട് പിച്ച്. അല്ലെങ്കിൽ ഒരു സ്ലോട്ടിൻ്റെ സെൻറ്റർ മുതൽ തൊട്ടടുത്ത സ്ലോട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ്. അപ്പോൾ അതാണ് സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോർ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ദ സ്ലോട്ട് പിച്ച് റെഡ്യൂസസ് ആൻഡ് സോ ആസ് ദി ടൂത്ത് വിഡ്ത്ത്. ഒരുപാട് സ്ലോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ലോട്ട് പിച്ച് കുറയും. ബിക്കോസ് ഓഫ് ദിസ്, അപ്പോൾ അത് കുറയുകയാണെങ്കിൽ ദ ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദി റൂട്ട് ഓഫ് ദി ടൂത്ത്, അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. കാരണം അവിടുത്തെ വിഡ്ത്ത് എപ്പോഴും ഇത് ടേപ്പേഡ് ടൂത്താണല്ലോ, ടേപ്പേഡ് ടീത്താണ്. ടീത്ത് ടേപ്പേഡാണ്. നമ്മൾ പാരലൽ സൈഡ് സ്ലോട്ട്സ് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ടീത്ത് എന്ന് പറയുന്നത് ടേപ്പേഡാണ്. ആ ടീത്തിൻ്റെ അടിഭാഗത്ത് വിഡ്ത്ത് കുറവായിരിക്കും. അങ്ങനെ വിഡ്ത്ത് ഒരു കണക്കിലധികം കുറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആ ലിമിറ്റിനപ്പുറം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ ബി എച്ച് കർവിൻ്റെ സാച്ചുറേഷൻ റീജിയനിലാകാൻ പാടില്ല. അപ്പോൾ ഒരുപാട് സ്ലോട്ട്സ്, വെൻ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻക്രീസസ് ദ സ്ലോട്ട് പിച്ച് റെഡ്യൂസസ്. സ്ലോട്ട് പിച്ച് റെഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടൂത്ത് വിഡ്ത്ത് കുറയുമ്പോൾ ആ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് അറ്റ് ദി റൂട്ട് ഓഫ് ദി ടീത്താണ്. ആ ടീത്തിൻ്റെ ടൂത്തിൻ്റെ കാര്യം എടുക്കുന്നത് ടൂത്തിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ റൂട്ടിൽ ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അത് സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റിയിൽ കൂടാൻ പാടില്ല. ഒരുപാട് നമ്പർ ഓഫ് സ്ലോട്ട്സ് ആകുകയാണെങ്കിൽ അങ്ങനൊരു സാധ്യതയുണ്ട്. അപ്പം വേറെ ദി വിഡ്ത്ത് ഈസ് മിനിമം. അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, കോസിങ് ഇൻക്രീസ്ഡ് അയൺ ലോസസ്. അത് അയൺ ലോസ് കൂടും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ദ ടീത്ത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് വിഡ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സ്ലോട്ടിൽ ഭാരമുള്ള വൈൻഡിങ് വരികയാണ്. ആ വൈൻഡിങ് അപ്പം അതിന് സപ്പോർട്ട് ചെയ്യാൻ കറങ്ങുമ്പോൾ അത് ക്രാക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സൈഡിലോട്ട് നമ്മളേക്ക് ഒരു സൈഡിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഭാരം മൊത്തം ഈ ടൂത്തിനകത്താണ് വരുന്നത്. വൈൻഡിങ്ങിൻ്റെയും ഭാരം മൊത്തം ടൂത്തിനകത്താണ് വരുന്നത്. കറങ്ങി ഇപ്പോൾ 90 ഡിഗ്രി പൊസിഷൻ, വെർട്ടിക്കൽ പൊസിഷനിൽ നിന്ന് വീണ്ടും 90 ഡിഗ്രി കറങ്ങി ഒരു സൈഡിൽ ചെല്ലുമ്പോൾ, അതായത് ഐദർ ഈസ്റ്റ് ഓർ വെസ്റ്റ്, ആ പൊസിഷനിൽ ഈസ്റ്റ് ഓർ വെസ്റ്റ് പൊസിഷൻ ചെല്ലുമ്പോൾ ആ ഈ വൈൻഡിങ്ങിൻ്റെ ഭാരം മൊത്തം ആ ടീത്താണ് താങ്ങേണ്ടത്. അപ്പോൾ അവിടെ ക്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ദ ടീത്ത് അറ്റ് ദ ഇത് എവിടെ ആകും വലിയ പ്രശ്നമാകുന്ന വെൻറ്റിലേറ്റിംഗ് ഡക്റ്റ് ഉള്ളിടത്താണ്. അറ്റ് ദ വെൻറ്റിലേറ്റിംഗ് ഡക്ട്സ് വിത്തൗട്ട് ഒബ്സ്ട്രക്റ്റിംഗ് ദി വെൻറ്റിലേഷൻ. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പൾസേഷനാണ്. അത് ഫ്ലക്സ് പൾസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലക്സിനകത്തുള്ള ആ വേരിയേഷൻ, അതാണല്ലോ ഫ്ലക്സ് പൾസേഷൻ. അതിന് കുറഞ്ഞ നമ്പർ ഓഫ് സ്ലോട്ട്സ് ആണെങ്കിൽ പൾസേഷൻ കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ലോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആഴമുള്ള സ്ലോട്ട്സ് കൊടുക്കണം. അപ്പോൾ ഫ്ലക്സിനകത്തുള്ള ആ വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് കൂടുതൽ സ്ലോട്ട് ഉണ്ടെങ്കിൽ അധികം ആഴമുള്ള സ്ലോട്ട് വേണ്ട. അപ്പം അന്നേരമുള്ള ഫ്ലക്സ് പൾസേഷൻ കുറവാണ്. ഡ്യൂ ടു ആർമേച്ചർ സ്ലോട്ടിങ് ദർ ആർ ഫ്ലക്സ് പൾസേഷൻസ്
due to the varying reluctance, the flux pulsations are reduced with the increased number of armature slots. Armature slots കൂടുമ്പോൾ pulsation കുറയും. To avoid flux pulsations, the air gap reluctance per pair of poles should be practically constant, which is possible if the number of slots per pair of poles is an odd integer. അല്ലെങ്കിൽ ചുരുക്കത്തിൽ ഇത് ഓർത്തിരുന്നാൽ മതി. The slots per pole arc must be an even integer. The slots per pole arc should be an even. That is, the slots per pole arc must be an integer plus half. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ദാറ്റ് ഈസ് ദ സ്ലോട്ട്സ് ഫോർ പോളാർക്ക്. ഒരു പോളാർക്കിൽ വരുന്ന സ്ലോട്ട്സ് മസ്റ്റ് ബി എൻ ഇൻറ്റിജർ പ്ലസ് ഹാഫ്. അങ്ങനെ ആയിരുന്നാൽ പൾസേഷൻ കുറവായിരിക്കും. മൂന്നാമത്തെ കൂളിംഗ് ആണ്. ഫോർ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ലെസർ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. അപ്പോൾ കൂടുതൽ സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സ് കുറവായിരിക്കും, നമുക്കറിയാം. ആൻഡ് ദെയർഫോർ കൂളിംഗ് ഈസ് ബെറ്റർ. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് ആണ് ഈ സ്ലോട്ട്സിൽ വരുന്നത്. ആർമേച്ചർ വൈൻഡിങ് വരുമ്പോൾ കുറച്ച് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കൂൾ ചെയ്യപ്പെടും. അപ്പോൾ കൂളിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് നല്ലതാണ്. അപ്പോൾ കുറച്ച് വൈൻഡിങ്ങേ വരുള്ളൂ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. കമ്മ്യൂട്ടേഷനിൽ the flux pulsations under the interpole must be avoided to improve commutation. കമ്മ്യൂട്ടേഷൻ നന്നായിരിക്കുന്നതിന് വേണ്ടി ഈ ഇൻ്റർപോളിൻ്റെ അടിയിൽ, ഇൻ്റർപോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മെയിൻ പോൾസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ പോൾസ് കൊടുക്കും DC മെഷീനിൽ. ദീസ് ആർ കോൾഡ് ഇൻ്റർപോൾസ്. മെയിൻ പോൾസിൻ്റെ ഇടയ്ക്ക്, ഇൻ ബിറ്റ്വീൻ ടു മെയിൻ പോൾസ് ഒരു ചെറിയ പോൾ കൊടുക്കും, ഇൻ്റർപോൾ. അതെന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ നന്നാവുന്നതിന്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷോർട്ട് സർക്യൂട്ട് കോയിലിൽ, ആർമച്ചർ കോയിൽ ഒരു പോളിൻ്റെ ഭാഗത്തു നിന്നും അടുത്ത പോളിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെയാണ് കമ്മ്യൂട്ടേഷൻ നടക്കുന്നത്. ഒരു പോളിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോൾ പൊളാരിറ്റിയിൽ നിന്നും അടുത്ത പോളിൻ്റെ പൊളാരിറ്റിയിലോട്ട് പോകുമ്പോൾ അവിടെയാണ് ബ്രഷ് വരുന്നത്, അതിൻ്റെ ഇടയ്ക്കാണ് ബ്രഷ് വരുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിന് വിഘാതമായിട്ട് വരുന്നത് ഈ ഏത് കോയിലാണോ കമ്മ്യൂട്ടേഷന് വിധേയമാകുന്നത് ആ കോയിലിൽ റിയാക്റ്റൻസ് വോൾട്ടേജ് ഉണ്ടാകും. ആ കോയിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ആ കോയിലിൽ, ഷോർട്ട് സർക്യൂട്ട് കോയിലിൽ കറണ്ട് ഐയിൽ നിന്നും -I പോകും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ദി കറണ്ട് L/dI/dt സെൽഫ് ഇൻഡക്റ്റൻസ് മൂലം, ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് മൂലം ഉണ്ടാകപ്പെടുന്ന EMF ആണ് റിയാക്റ്റൻസ് വോൾട്ടേജ്. ആ റിയാക്റ്റൻസ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ സുഗമമായി നടക്കുന്നതിന് തടസ്സം നിൽക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റർപോൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പൾസേഷൻ, ആ പോർഷനിൽ വരുന്ന ഫ്ലക്സ് പൾസേഷൻസ് കുറവായിരിക്കണം. അപ്പം എ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട്സ് അണ്ടർ ദി ഇൻ്റർപോൾസ് ഇസ് ബെറ്റർ. കൂടുതൽ സ്ലോട്ട്സ് ഉണ്ടാകണം. ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദി ഇൻ്റർപോളാർ ഗ്യാപ്പ് ഈസ് പ്രിഫറബിളി മോർ ദാൻ 3. ഇൻ്റർപോളാർ ഗ്യാപ്പിൽ വരുന്ന, ഇൻ്റർപോൾസിൻ്റെ അടിയിൽ വരുന്ന നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇറ്റ് ഈസ് പ്രിഫറബിളി മോർ ദാൻ 3. അപ്പം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി പോളാർക്ക് ബൈ പോൾ പിച്ച് റേഷ്യോ. പോളാർക്ക് ബൈ പോൾ പിച്ച് റേഷ്യോ ഈ സൈ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദി ഇൻ്റർപോളാർ പോർഷൻ അണ്ടർ ദി ഇൻ്റർപോൾസ് ഈസ് 1 - I into slots per pole. that should be greater than 3. For this, the slots per pole, ഇതിൽ നിന്നും slots per pole should be greater than 3/1 - I എന്ന് വരും. സ്ലോട്ട്സ് പെർ പോൾ. ഒരു പോളിൻ്റെ അണ്ടറിലെ സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞ അതിൽ നിന്നും നമുക്കിങ്ങനെ എടുക്കാം. 3 അത് ജസ്റ്റ് 3/1 - I. സ്ലോട്ട്സ് പെർ പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, സ്ലോട്ട്സ് പെർ പോൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3/1 - I. അപ്പോൾ അത് 9 കൂടുതലായിരിക്കണമെന്നാണ് പറയുന്നത് ഈ പ്രശ്നം വരാതിരിക്കാൻ. ഫോർ സൈ ഈക്വൽ ടു 0.67 സാധാരണ വരുന്ന പോളാർ ടു പോൾ പിച്ച് റേഷ്യോ
Psi is the polar to pole pitch ratio. അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന psi എന്ന് 0.67 ആകുമ്പോൾ അപ്പം ഇത് ഒരു 9ൽ കൂടുതൽ വരണമെന്നുള്ള. From the point of view of commutation, slots per pole should be greater than 9. From the point of view of commutation, the slots per pole should be greater than 9. അപ്പോൾ അതിന് ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് ദിസ് ഈസ് ലെസ് ദാൻ 60. ഇത് 9ൽ കൂടുതലും 16ൽ താഴെ ആയിരിക്കണം. അപ്പോൾ ആ റേഞ്ചിലായിരിക്കണം ഈ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് അണ്ടർ എ പോൾ. ഒരു പോളിൻ്റെ അണ്ടറിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ 9ൽ കൂടുതലും 16ൽ താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. ഇനി കോസ്റ്റ്. എ ലാർജ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ആർ ഡിസൈറബിൾ സിൻസ് ദ കോസ്റ്റ് ഇൻക്രീസസ്. ലാർജ് ഇല്ല, സ്മോളർ നമ്പർ ഓഫ്, നമുക്കറിയാം സ്മോളർ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഉപയോഗിക്കുമ്പോഴാണ് കോസ്റ്റ് കുറയുന്നത്. എ സ്മോളർ നമ്പർ ഓഫ് സ്ലോട്ട്സ് ആർ ഡിസൈറബിൾ സിൻസ് ദ കോസ്റ്റ് ഇൻക്രീസസ് വിത്ത് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. അതുകൊണ്ട് അതൊഴിവാക്കാനായിട്ട് കുറച്ച് നമ്പർ ഓഫ് സ്ലോട്ട്സാണ് കോസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പക്ഷേ അതങ്ങനെ നമുക്ക് തീരെ കുറയ്ക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ആധാരമാക്കുന്ന ഗൈഡ് ലൈൻസ് ഫോർ ദ സെലക്ഷൻ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇത് നിശ്ചയമായിട്ട് നമ്മൾ പഠിക്കണം. ഗൈഡ് ലൈൻസ് ഫോർ ദ സെലക്ഷൻ ഓഫ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇതൊക്കെ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ദ ചോയ്സ് ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. പക്ഷേ ഗൈഡ് ലൈൻസ്, ദീസ് ആർ ദ ഗൈഡ് ലൈൻസ്. നമ്മൾ സ്ലോട്ട്സ് ഫിക്സ് ചെയ്യുന്നതിന് ആധാരമാക്കുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ഇതെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്ലോട്ട് പിച്ച്, ഒന്നാമത്തെ സ്ലോട്ട് പിച്ചാണ്. ദ സ്ലോട്ട് പിച്ച് ഷാൽ ബി ബിറ്റ്വീൻ 25 and 35 mm. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ കണ്ടു, സിഗ്നസ് മെഷീൻ കണ്ടു. അപ്പോൾ ഇതെല്ലാം പല ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇവിടെ സ്ലോട്ട് പിച്ച് ഷുഡ് ബി ബിറ്റ്വീൻ 25 and 35. സ്ലോട്ട് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സ് അതിനകത്തൂടെ പോകുന്ന കറണ്ടിൻ്റെ തുക, ആംബിയർ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിൽ 10 കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൂടെ ഓരോ കണ്ടക്ടറിൽ കൂടെയും 100 ആംബിയറാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 10 × 100 ആ സ്ലോട്ട് ലോഡിങ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 1500 ആംബിയർ. അപ്പോൾ സ്ലോട്ട് ലോഡിങ് 1500 ആംബിയറിനപ്പുറം പോകാൻ പാടില്ല. മൂന്നാമത്തെ പോയിൻ്റ്, ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ ഷുഡ് ബി between 9 and 16 for better കമ്മ്യൂട്ടേഷൻ. അപ്പം കമ്മ്യൂട്ടേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു പോളിന് അണ്ടറിൽ വരുന്ന സ്ലോട്ട്സ് 9നും 16നും ഇടയിലായിരിക്കണം. ഇനി വൈൻഡിങ് റിക്വയർമെൻറ്റ്, ദ നമ്പർ ഓഫ് സ്ലോട്ട്സ്, നാലാമത്തെ വൈൻഡിങ് റിക്വയർമെൻറ്റ് ഒന്നാമത്തെ കാര്യം. ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് മസ്റ്റ് ബി സോ സെലക്റ്റഡ് ദാറ്റ് ഫസ്റ്റ് കേസ് ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് is an even integer since the winding is double layer. ഡബിൾ ലെയർ വൈൻഡിങ് ആണെങ്കിൽ നമുക്കറിയാം ഓരോ സ്ലോട്ടിലും വരുന്ന കണ്ടക്ടേഴ്സ് ഈവൻ നമ്പർ ആയിരിക്കണം. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് എന്നെങ്കിലേ നമുക്ക് മുകളിലത്തെയും താഴത്തെയും ലെയറായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ദി നമ്പർ ഓഫ് പോൾ പെയർസ് ഫോർ ലാപ്പ് വൈൻഡിങ്. The number of slots must be a multiple of the number of pole pairs for lap winding. Lap winding ആണെങ്കിൽ number of slots must be a multiple of the number of pole pairs. Poles അല്ല, pole pairs. അപ്പോൾ അത് മനസ്സിലാവും, പോയിൻ്റ് ഓർമ്മയിരിക്കണം. നെക്സ്റ്റ് ഈസ് തേർഡ് പോയിൻ്റ്. ഇതിനകത്ത് ഫോറിൽ തേർഡ് പോയിൻ്റ്, the number of slots should not be a multiple of the number of pole pairs for wave winding. അപ്പം ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട് ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ദി നമ്പർ ഓഫ് പോൾ പെയർസ്. വേവ് വൈൻഡിങ് ഡി സിയിലാണെങ്കിൽ ലാപ്പ് വൈൻഡിങ് ഉണ്ട്, വേവ് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ DCMT പഠിച്ചപ്പം പഠിച്ചതാണ്. ലാപ്പ് വൈൻഡിങ് വിശദമായി നമ്മൾ കണ്ടു. വേവ് വൈൻഡിങ് അതിൻ്റെ ഫോർമുല മാത്രം, അതിൻ്റെ പിച്ചൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എന്ന് പഠിപ്പിച്ചുള്ളൂ. പക്ഷേ വേവിൻ്റെ ആ ഒരു ഷേപ്പ് എന്താണ് വേവ് വൈൻഡിങ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വേവ് വൈൻഡിങ് രണ്ടും കൂടിയ കറണ്ട് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാപ്പിന് പോകും.
വോൾട്ടേജ് കൂടുതൽ വേണ്ടുന്നതാണെങ്കിൽ നമ്മൾ വേവ് വൈൻഡിങ്ങിന് പോകും. വേവ് വൈൻഡിങ്ങിൽ ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ട് ഓരോ പാരലൽ പാത്തിലും. അപ്പോൾ ഇവിടെ ദ നമ്പർ ഓഫ് സ്ലോട്ട് ഷുഡ് നോട്ട് ബി എ മൾട്ടിപ്പിൾ ഓഫ് ദ നമ്പർ ഓഫ് പോൾ പെയർസ് ഫോർ വേവ് വൈൻഡിങ്. ഇനി വേറൊരു കാര്യം കൂട്ടുണ്ട്, അഞ്ചാമത്തെ, ദ സ്ലോട്ട്സ് പെർ പോൾ ആർക്ക് ഈക്വൽ ടു ആൻ ഇൻറ്റിജർ പ്ലസ് ഹാഫ്. ദ സ്ലോട്ട്സ് പെർ പോൾ ആർക്ക് ഈസ് ഈക്വൽ ടു ആൻ ഇൻറ്റിജർ പ്ലസ് ഹാഫ്. ഈ 5 ഗൈഡിങ് ഫാക്ടേഴ്സ് ഒന്ന് പഠിക്കണം, കാണാതെ പഠിക്കണം, ഓർമ്മ 1 by 1 ആയിട്ടൊന്ന് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോബ്ലമാണ്.